ഒരേ നൃത്തത്തിൽ നിന്ന് അവർ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രം ഒരു പ്രയാസം, അവിടെ ഒരു കസാര ഉപയോഗിക്കൽ അത് അത്ര നല്ലതല്ല എന്ന് ഗുഡ്നസ് പാത്തിന്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്പ ദിവസം മുൻപ് നാം വുളൂഇൻ്റെ കാര്യങ്ങൾ അഥവാ നിസ്കാരത്തിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ട ഷർത്തുകളെല്ലാം വളരെ വിശദമായി പറഞ്ഞു. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഗുഡ്നസ് പാത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ച് അത് കേൾക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിസ്കാരത്തിൻ്റെ ഫർളുകളെ കുറിച്ചാണ്. ഫർളുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഥവാ ഖൗലിയ്, ശരീരം കേൾക്കേണ്ട 4 കാര്യങ്ങൾ, അത് ശരീരം കേൾപ്പിക്കണം എന്ന മർമ്മപ്രധാനമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ന് 14 ഫർളുകളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിസ്കാരത്തിൻ്റെ 14 ഫർളുകൾ അടുക്കി വെച്ച് അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതിനുപരിയായിട്ട് അതിനു പകരം നമുക്ക് അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കി 2-3 പാർട്ടുകളായിട്ട് നമുക്ക് നിസ്കാരത്തിൻ്റെ ഫർളുകളെ കുറിച്ച് പഠിക്കാം. അത് നമുക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തത് നിയ്യത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. നിയ്യത്ത് വെക്കുമ്പോൾ നാം എല്ലാവരും പണ്ടുകാലം മുതലേ മദ്രസ മുതലേ കേട്ടുവന്നവരാണ്. ഉസല്ലി ഫർള ദുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅ ലില്ലാഹി തആല എന്ന് പറയുന്ന ഒരു നിയ്യത്ത്. യഥാർത്ഥത്തിൽ നിയ്യത്തിന്റെ ഫർളായ രൂപവും നിയ്യത്തിന്റെ സുന്നത്തായ രൂപവും രണ്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെല്ലാം ഭാഗങ്ങളാണ് ഫർളായ ഭാഗം? നാം തിടുക്കത്തിൽ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ആ ഫർളിനെ നാം കരുതുക. നിയ്യത്തിന്റെ സുന്നത്തുകളെല്ലാം ഉൾപ്പെടുത്തി നിയ്യത്ത് കരുതുക. ഇങ്ങനെയൊക്കെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ ഫർളായ ഭാഗം ഒരാള് തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർള ളുഹരി, ളുഹറിന്റെ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ അത്രയുമാണ് ഫർളായ ഭാഗം. ഒന്നാമത്തത് ഞാൻ നിസ്കരിക്കുന്നു എന്ന പ്രവൃത്തിയെ കരുതുക, ഉസല്ലി. രണ്ടാമതായിട്ട് ഫർള് ആണെന്നതിനെ കരുതുക, ഉസല്ലി ഫർള. പിന്നെ ഏത് നിസ്കാരമാണെന്ന് നിജപ്പെടുത്തുക. ഇതാണ് ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്ത്. ഉസല്ലി ഫർള ളുഹരി, ഉസല്ലി ഫർളൽ അസ്രി, ഉസല്ലി ഫർളൽ ഇശാഇ, ഉസല്ലി ഫർളൽ മഗ്രിബി, ഉസല്ലി ഫർള സുബ്ഹി. 5 വക്ത നിസ്കാരത്തിന്റെയും നിയ്യത്ത് ഇപ്രകാരമാണ്. എന്നാൽ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഫർളിനെ ഒഴിവാക്കി ഉസല്ലിൽ വിത്ര, അതല്ലെങ്കിൽ ഉസല്ലി ളുഹ, ഉസല്ലി തഹജ്ജുദ അങ്ങനെയൊക്കെ കരുതാവുന്നതാണ്. അപ്പോൾ ആ നിയ്യത്തിന്റെ ഫർളായ രൂപം നമുക്ക് നേടിയെടുക്കാം. ബാക്കിയുള്ളത് ഖിബ്ലയിലേക്ക് മുന്നിടുക, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, റക്അത്തിന്റെ എണ്ണത്തെ പറയുക തുടങ്ങിയവയെല്ലാം സുന്നത്തുകളാണ്. അപ്പോൾ ഫർള് നിസ്കാരമാണെങ്കിൽ 3 കാര്യം, സുന്നത്ത് നിസ്കാരം സമയബന്ധിതമാണെങ്കിൽ 2 കാര്യം, ഇനി വെറുതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള നിസ്കാരം, വുളു എടുത്തു കഴിഞ്ഞാലുള്ള നിസ്കാരം, ഇതിന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രവും കരുതിയാൽ മതി. ഉസല്ലി എന്ന് കരുതിയാൽ തന്നെ വുളുഇന്റെ 2 റക്അത്തിന്റെ സുന്നത്ത് ലഭിച്ചു. പള്ളിയിൽ കയറിയതിന്റെ 2 റക്അത്തിന്റെ സുന്നത്ത് ലഭിക്കും. അപ്പോൾ വുളുഇന്റെ നിർബന്ധമായ കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ നിയ്യത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്നാമത്തെ റുക്ന് നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നതിലൂടെ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഒന്നേ ഉള്ളൂ. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള തക്ബീർ മാത്രമാണ് നിർബന്ധമുള്ള തക്ബീർ. ബാക്കിയുള്ള റുക്കൂയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ സുജൂദ്,
മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതും വരുന്നതുമായ സമയങ്ങളിൽ ചൊല്ലുന്ന തക്ബീറുകളെല്ലാം സുന്നത്തുകളാണ്. ഇൻഷാ അള്ളാഹ് സുന്നത്തിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കണം. അവിടെ അതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം, അതാണ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റുക്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം എല്ലാവരും ചൊല്ലുന്നത് പോലെ അല്ലാഹു അക്ബർ എന്ന വാചകം തന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വാചകം. തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ നീയത്ത് അന്വരിക്കണം എന്ന് നാം പണ്ടു മുതലേ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ കേട്ടുവരുന്നതാണ്. യഥാർത്ഥത്തിൽ നീയത്ത് അന്വരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന വാചകത്തിലെ ആദ്യത്തെ അക്ഷരമായ അ, അവസാനത്തെ അക്ഷരമായ റ, ഈ ആയുടെയും റായുടെയും ഇടയിലായിട്ട് നമ്മുടെ നീയത്ത് മനസ്സിൽ കൊണ്ടുവരണം എന്നതാണ് ഉലമാക്കളുടെ അഭിപ്രായം. എന്നാൽ നമ്മുടെ മദ്രസകളിൽ പഠിച്ച, പണ്ടുകാലം മുതലേ പഠിച്ചത് നീയത്ത് വെക്കുക, തക്ബീർ കെട്ടുക എന്നതായിരുന്നു. എന്നാൽ അത് ഉലമാക്കളുടെ അഭിപ്രായം. ഉസ്താദുമാരോട് അങ്ങനെ ഒരു സംശയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ നീയത്ത് മനസ്സിൽ ഉള്ളത് കൊണ്ട് നിസ്കരിക്കുകയാണ് എന്ന ആ മനസ്സിലുള്ള കരുതൽ ഉണ്ടാകും എന്നതുകൊണ്ട് അങ്ങനെ നീയത്ത് വെച്ചാൽ ശരിയാകും എന്ന് ആലിമീങ്ങൾ, ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും ഏറ്റവും നല്ലത് ആ തൊട്ട് റ വരുന്നതിൻ്റെ ഇടക്ക് നീയത്തിനെ കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ രൂപം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നീയത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് നീയത്തിനെ പറയൽ സുന്നത്തുണ്ട്. അത് സുന്നത്തിന്റെ ഭാഗത്ത് വിശദമായി സംസാരിക്കാം. മൂന്നാമത്തെ നിസ്കാരത്തിന്റെ ഫർളാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം എന്ന ഈ ഒരു ഫർളിലൂടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ താഴെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട് കസേര ഉപയോഗിക്കാതെ. ഇത്തരം ആളുകൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ എത്ര സമയം വേണമെങ്കിലും അവർ സംസാരിക്കും. ഒരേ നൃത്തത്തിൽ നിന്ന് അവർ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രം ഒരു പ്രയാസം, അവിടെ ഒരു കസേര ഉപയോഗിക്കൽ അത് അത്ര നല്ലതല്ല എന്ന് ഗുഡ്നസ് പാത്തിന്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. നിൽക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കാം. അതിനും കഴിവില്ലാത്തവനാണെങ്കിൽ അവന് കിടന്ന് നിസ്കരിക്കാം. ചെരിഞ്ഞു കിടന്നും പല രൂപങ്ങളിലുള്ള നിസ്കാരങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കണം. അപ്പോൾ 3 റുക്നുകൾ നമ്മൾ പഠിച്ചു. അടുത്ത ദിവസം ബാക്കി നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.